ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവം ദാനമായി നൽകിയ ഈ പകൽക്കാലത്തിനായി നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 137 മുതൽ 139 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. യെരുശലേമിന്റെ മതിലുകൾ പുതുക്കി പണിയുന്നതിൽ നിന്ന് നെഹമ്യാവിനെ എതിർത്തവരിൽ പ്രധാനിയായിരുന്നു സൻബല്ലത്ത്. ഇദ്ദേഹം ബേത്ത് ഹോരോനിൽ നിന്ന് വന്നത് ആയിരിക്കാമെന്ന് കരുതുന്നു. അതിനാൽ സൻബല്ലത്തിനെ ഹോരോന്യൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. സൻബല്ലത്ത് എന്ന പേരിന്റെ അർത്ഥം ചന്ദ്രദേവൻ ജീവൻ നൽകി എന്നതാണ്. ഇദ്ദേഹം ശമര്യായുടെ ഗവർണറും ആയിരുന്നു. സൻബല്ലത്തിന് 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഒരാൾ തോബിയാവ്. ഇദ്ദേഹം യഹൂദയുടെ കിഴക്ക് ഭാഗം ഭരിച്ചിരുന്ന ഗവർണറായിരുന്നു. മറ്റൊരാൾ ഗേശേം. ഇദ്ദേഹം യഹൂദയുടെ തെക്ക് ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഗവർണറും ആയിരുന്നു. ഈ മൂവർക്കും ഇസ്രായേല്യരോടുള്ള പെരുമാറ്റം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ഗുണം ചെയ്യുന്നത് അനിഷ്ടമായി കണ്ട വ്യക്തികൾ. അർത്തശ്ശഷ്ട രാജാവിൻ്റെ അടുക്കൽ നിന്നും യെരുശലേമിൻ്റെ നവീകരണത്തിനായുള്ള സമ്മതവും വാങ്ങി നെഹമ്യാവ് യെരുശലേമിലേക്ക് വന്നു. നെഹമ്യാവിന് രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും നൽകിയിരുന്നു. മാത്രമല്ല, എല്ലാത്തരം പണിക്കുമുള്ള മരം ലഭിക്കുവാനുള്ള സന്നാഹങ്ങളും കരുതിയിരുന്നു. ഇങ്ങനെ നെഹമ്യാവ് ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ വന്നത് ഹോരോന്യനായ സൻബല്ലത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അനിഷ്ടമായി. തുടർന്ന് ഈ മൂവരും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ച് പരിഹസിക്കുന്നു. നെഹമ്യ പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നിന്ന് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഗുണം ചെയ്യുന്നത് അനിഷ്ടമായി കണ്ട വ്യക്തികളായിരുന്നു സൻബല്ലത്തും തോബിയാവും ഗേശേമും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട്, കോപവും രോഷവും കൊള്ളുന്ന വ്യക്തികൾ. കളിയാക്കൽ, ഭീഷണി, ദോഷ നിരൂപണം, ഈ രീതിയിലുള്ള എതിർപ്പ് സൻബല്ലത്ത് പ്രകടിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഇവർ മൂവരും ഇപ്രകാരമാണ് നെഹമ്യാവിനോട് പറയുന്നത്: ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തൻ്റെ സഹോദരന്മാരും ശമര്യ സൈന്യവും കേൾക്കെ അവരെ നിന്ദിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള നിന്ദയുടെയും എതിർപ്പിൻ്റെയും മധ്യത്തിലും വളരെ ഭംഗിയായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നെഹമ്യാവിന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലും ഇത്തരത്തിലെ മനോഭാവമുള്ള വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു നന്മ ചെയ്താൽ അതിനെ അനിഷ്ടമായിട്ട് കാണുകയും ആ ചെയ്യുന്ന നന്മ പ്രവൃത്തിയോട് കോപവും രോഷവും ഒക്കെ കൊള്ളുന്ന സമൂഹത്തെ നമുക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവയുടെയൊക്കെ മധ്യത്തിലും ദൈവമേ, എൻ്റെ സഹോദരന് നന്മ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഞങ്ങൾ തിരിച്ചറിയുന്നു. നെഹമ്യാവിനെ പോലെ നന്മ ചെയ്യുവാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൗത്യം പൂർത്തീകരിക്കുവാനും ഞങ്ങളെയും ഇടയാക്കണമേ. ആമേൻ.